ഇതിന്റെ പേരെന്താ? ഇതാണ് കിളിങ്ങൻ. വള്ളി പൊളിച്ച് തെങ്ങന്നേ വള്ളി പൊളിച്ചിട്ട് ഇട്ടെടുക്കണതാ. ആണല്ലേ? നല്ല വില. ഓ അണ്ട് ഇത് എന്ത് ചെയ്യും? ആയിട്ട് ഇതിലാണ് കക്കാവാരണ. കക്കാവാരി ഇങ്ങനെ ഒലിച്ച് കിലുക്കി ചെളിയും ചവർമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഒലച്ചെടുത്തിട്ട് ചരുവത്തിലേക്ക് ഇടും. ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് നമ്മൾ വരെ ചാക്കിൽ വലിച്ചു കയറ്റിട്ട് ഓട്ടോ കൊണ്ടുവന്നു ഇതിന്റെ അകത്തോണ്ട് പുഴുങ്ങും. ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നിട്ടാണ് ഇത് മണ്ണിന്റെ അടിയിട്ട് മണ്ണിന്റെ അടി പൊക്കിയെടുക്കും. ഇങ്ങനെ വാരി കയറ്റി ചെളിയും മണ്ണുമായിട്ട്. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒലച്ചെടുക്കും. അപ്പം കക്ക വേറെ ആട്ടും കക്ക ഇങ്ങനെ തനിച്ച് തനിച്ചിട്ടും ചെളി മൊത്തം പോവുകയും ചെയ്യും. മുങ്ങിയാണ് വരുന്നത്. ഓ മുങ്ങണം. തല മുഴുവനും മുങ്ങും. അയ്യോ. അപ്പൊ പിന്നെ അത് തിളച്ചു വരുമ്പോ തീ നല്ലതായിട്ട് കയറ്റി കൊടുക്കണം അല്ലേ? നല്ലോണം കത്തിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ തീ കത്തിച്ചോണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഈ അമ്മാമ. നമുക്ക് എന്തേലും ഇന്ന് വന്നതുകൊണ്ട് നമുക്ക് എന്തേലും ഈ ഒരു സംഗതി കാണാൻ പറ്റി. എന്തേലും നമുക്കൊന്ന് നോക്കാം കക്ക പൊളിക്കുന്നത് എങ്ങനെയാന്ന്. അണ്ടി ഇത് എവിടെ കൊണ്ടാ കൊടുക്കുന്നേ? മാർക്കറ്റിൽ കൊണ്ടുപോകും. എഴുപിന്റെ മാർക്കറ്റിൽ കൊണ്ടുപോകും അല്ലേ? പാറായ മാർക്കറ്റ്. ഓ ഓ ഓ. ഇത് ഏകദേശം മൊത്തം എത്ര കിലോ കാണും? ഒരു 10 കിലോ അത്ര ഉണ്ടാകത്തുള്ളൂ. ഓ ഓ ഓ. അപ്പൊ ആരൊക്കെ ഇവിടെ താമസിക്കുന്ന ആരൊക്കെ ഉണ്ട്? 2 പേരും അല്ലേ? ആണല്ലേ? ഓ ശരി ശരി. ഇതെന്താ സംഭവം? എന്താ? ഇതില് നമ്മള് ഇങ്ങനെ ഇതിന്റെ അകത്തേക്ക് കോരിയിടും. കോരിയിടുമ്പോ ഇങ്ങനെ കിരിക്കും. കിരിക്കുമ്പോ ഇറച്ചി നേരെ ഇപ്പോട്ട് പോകും. ഈ ഇറച്ചി മാത്രം ഇതിൽ കിടക്കും. ഇത്തില് താഴത്തേക്ക് പോകും. ഇത്തില് ഇതിൽ കിടക്കും. ഇറച്ചി താഴേക്ക് പോകും. ഇറച്ചി താഴത്തേക്ക് ഇത്തില് ഇട്ടേക്കാം. ചെറുതും വലുതും അതിന് 2 നിൽക്കും. ഓ അങ്ങനെ ഉണ്ടല്ലോ. ഇത് ചെറിയ കഴിക്കാനാണ്. ആണല്ലേ? എന്തേലും നമുക്ക് എന്തേലും കണ്ടിട്ട് പോവാം. ഇത് എത്ര നാളത്തെ കക്ക? ഇത് 1 മാസത്തെയാ? അപ്പൊ അത് കഴിഞ്ഞുള്ളതോ? ഇപ്പൊ ഇത് എവിടെ കൊണ്ട് കളയും? ഇത് എവിടെ കൊണ്ട് കളയും? ഓ എന്തല്ല തമിഴ്നാട്ടിലേക്ക് പിടിയാണിത്. എങ്ങനെ? തമിഴ്നാട് പോകും. ഇതില് അവര് വരും. അവര് ഇവിടെ സൊസൈറ്റി ഉണ്ട്, കക്ക സൊസൈറ്റി ഉണ്ട്. അവര് ഇങ്ങനെ. അപ്പം 1 കിലോയ്ക്ക് ആണോ അല്ലെങ്കിൽ ഒരു ചാക്കിനോ? അല്ല, ഒരു 40 കിലോത്തിന്റെ ഒരു കുട്ടയുണ്ട്. 240 രൂപ നമുക്ക് കിട്ടും. 40 കിലോയ്ക്ക് 240 രൂപ. 240 രൂപ ഒരു കൊട്ടക്ക്. അപ്പൊ അത് 40 കിലോ ഉണ്ടാവും. ഇത് എത്ര കിലോ ഉണ്ടാവും മൊത്തത്തിൽ? ഇപ്പൊ അറിയാനൊക്കെ നമുക്കറിയാം. ആഴ്ചയിലേക്ക് കിടക്കുക ആണല്ലേ? എന്നാലും ഒരു 150 കിലോ. 150 അല്ല, അതിൽ കൂടുതൽ കൊട്ട 40 കിലോ അല്ലേ? 40 കിലോ. അപ്പൊ ഒരു 100-150 കിലോ. ഒരു 100 മേലുണ്ട്. ആണല്ലേ? 100 കൊട്ട അളന്ന 40 കിലോത്തിന്റെ. എങ്ങനെ നമ്മള് കൈ കൊണ്ടില്ല അടിച്ചത് എങ്ങനെ അപ്പൊ ഇത് അവസാനമില്ലേ പൊക്കി മറ്റേ ഇപ്പൊ കാണിച്ച കിളിങ്ങനില്ലേ അതിന്റെ അകത്തേക്ക് ഇട്ട് ഒലച്ചെടുക്കും. ഇതിന്റെ തൊണ്ടല്ലേ? ഓ ഓ ഓ. അല്ല ഇതെന്താണ് അമ്മാമേ? ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഇതെങ്ങനെ പൂക്കാറായത്? പൂക്കാറായിട്ടില്ല. ഇനിയും പിന്നെ ഇത് ആകാനുണ്ട്. ചെറിയ ഇലയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മുകളിലേക്ക് വരുന്നത്. ചെറുത് ഏതാണ്? ഇത് കണ്ട ഈ വശത്ത് അത് കയറി വരണം അല്ലേ?
ഇതിന്റെ പൂ ഇവിടെ എവിടെ കായ്ക്കുന്ന? അവിടെ എങ്ങനെയാ കായ്ക്കുന്നത്? ഇതിന്റെ തുമ്പല മൊബൈലിൽ കണ്ടാണ് ഇത് വെച്ചത്. കായൊക്കെ കിടക്കണ കണ്ടപ്പോഴേ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കാശ് കൊടുത്ത് മേടിക്കാറുണ്ട് വല്ലപ്പോഴും. ഇത് എന്താ കാലാവസ്ഥ? മഴയാണോ വെയിലാണോ? അങ്ങനെ ഇത് വെള്ളം വീഴുമ്പോ പോകാൻ ഇതിന്റെ അടിയൊക്കെ തുളച്ചിട്ടല്ലേ വെച്ചേക്കണത്. അല്ല കൊണ്ട് തുളച്ച് വെള്ളം വീഴാൻ പാടില്ലല്ലേ? വെള്ളം വീഴാൻ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇതിന്റെ മൂടി കൊണ്ടൊക്കെ അടച്ചിട്ടുണ്ട്. ഉള്ളിൽ കൂടി വീഴാതിങ്ങനെ പുറത്ത് വീഴുന്ന തൊഴിൽ പോകാനായിട്ട് ഇങ്ങനെ കമ്പി തുളച്ച് ദ്വാരം ഇട്ടിട്ട് ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മറിയാതിരിക്കാൻ PVC പൈപ്പ് നല്ല. ഇത് ആരാ ഇത് ഈ പരിപാടി ചെയ്തേക്കുന്ന? അമ്മാമയാണോ? ഞാനാ. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുമ്പോ ഇത് മറിഞ്ഞു പോവോ? താഴേക്ക് ഒടിഞ്ഞു ഓടിയില്ല? ഉറപ്പിൽ നിൽക്കല്ലേ. ഇതങ്ങനെ തണ്ടാണോ വെക്കുന്നതിന്റെ? അല്ലെങ്കിൽ ഇതിനെ പിന്നെ കാ വന്ന തണ്ടാണ് വെക്കുന്നത്. എന്റെ നാത്തൂനെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന തൈക്കാശ്ശേരി ചിറക്കിലെ അച്ചാർ കമ്പനിയാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അവളിങ്ങനെ പിന്നെ ഓരലിൽ വെള്ളം ഉണ്ടായിരുന്നു, അതിലിങ്ങനെ ഇട്ടേച്ച് അതിങ്ങനെ കിളത്ത് വന്നപ്പോൾ എന്നെ ആങ്ങളെ പറഞ്ഞു കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. അവളങ്ങനെ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. വെച്ച് പിടിപ്പിച്ചിട്ട് മൊബൈലിൽ കണ്ടിട്ട് പറയണ കേട്ട് ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു. ഇനിയും ഉണ്ട് 2-3 മാസം കൂടി. വേനൽക്കാണോ കായ്ക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? സീസണാണോ? സീസണൊക്കെ ഉണ്ട്, ഞാൻ മറന്നുപോയതൊക്കെ എനിക്ക് ഓർമ്മ കിട്ടിക്കല്ല. പിന്നെ ഇതൊക്കെ വെള്ളമില്ലാഞ്ഞ സമയത്തൊക്കെ വെച്ചത്. ഞാൻ ഒരുപാട് പച്ചമുളകൊക്കെ കിള്ളി തീർന്നത്. 6 മാസം ഞാൻ കടയിൽ നിന്ന് പച്ചമുളക് കഴിക്കായിരുന്നു. ഇപ്പൊ ഇതൊക്കെ കൂട്ട് കഴിഞ്ഞതായിരുന്നു. രണ്ടാമത് ഞാൻ പച്ചമുളക് വെച്ച് പിടിപ്പിച്ചു. എനിക്ക് പച്ചക്കറികളൊക്കെ ഭയങ്കര താല്പര്യമാണ് പണ്ട് വീട്ടിലും അച്ഛനും ഒക്കെ ഇടുന്ന ഇപ്പൊ ചെറിയൊക്കെ പുല്ലായിരുന്നു. കറിയൊക്കെ വെച്ചിട്ട് പോകണം പറഞ്ഞ് മീൻ വെട്ടിച്ചൊക്കെ വെച്ചപ്പോഴാണ് ആണല്ലേ?